അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഖുർആനിലെ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജിലെ 6 മുതൽ കൂടിയ വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. ذلك അത് بأن الله هو الحق തീർച്ചയായും അല്ലാഹു മാത്രമാണ് സത്യം, സ്ഥിരമായ സത്യം എന്നതുകൊണ്ടാണ്. അന്നഹു യുഹിയിൽ മൗത്ത, നിശ്ചയം അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നതുകൊണ്ടും. അന്നഹു, നിശ്ചയം അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നതുകൊണ്ടുമാണ്. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. അത് തീർച്ചയായും അള്ളാഹു തന്നെയാണ് സ്ഥിരമായ യാഥാർത്ഥ്യമുള്ളവനെന്നും അവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാണെന്നും ഉള്ളത് കൊണ്ടാണിത്. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. وأن الساعة آتية, തീർച്ചയായും അന്ത്യസമയം വരുന്നതാണ്. ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവുമില്ല. വഅന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും ഇല്ല. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. തീർച്ചയായും അന്ത്യസമയം വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു ഖബറുകളിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ഉള്ളത് കൊണ്ടാണിത്. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ومن الناس, ജനങ്ങളിലുണ്ട്, മൻ ഒരുത്തർ, യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില മനുഷ്യരുണ്ട്. വലാഹുദൻ, അവർക്കോ സന്മാർഗമില്ല, ഒരു മാർഗദർശനമില്ല. വലാ കിതാബി മുനീർ, വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമില്ല. ഇതൊന്നുമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കുന്ന ചിലരുണ്ട്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ, യാതൊരു അറിവും മാർഗദർശനവും വെളിച്ചം നൽകുന്ന ഗ്രന്ഥവും കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചിലർ മനുഷ്യരിലുണ്ട്, ജനങ്ങളിലുണ്ട്. സാനിയ ഇത്ഫിഹി ലിയുദില്ല അൻ സബീലില്ലാഹ് ലഹു ഫിദ്ദുനിയാ ഖിസ്യുൻ വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്. സാനിയ ഇത്ഫിഹി, അഹങ്കാരം നടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ. ലിയുദില്ല അൻ സബീലില്ല, ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി. ലിയുദില്ല, വഴിതെറ്റിക്കാൻ വേണ്ടി, അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ. ലഹു, അവനുണ്ട്, ഫിദ്ദുനിയാ ഖിസ്യുൻ, ഇഹലോകത്ത് അപമാനമാണുള്ളത്. വനുദീഖുഹു, അവനെ നാം രുചിപ്പിക്കുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. അദാബൽ ഹരീഖ്,
ചുട്ടുകരിക്കുന്ന ശിക്ഷ. ഈ ആയത്തിൻ്റെ അർത്ഥം മുഴുവനായി നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. ثاني إطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടി അഹങ്കാരം നടിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവന് ഇഹലോകത്ത് അപമാനമാണുള്ളത്, അന്ത്യനാളിൽ അവനെ ചുട്ടുകരിക്കുന്ന ശിക്ഷ നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു അവൻ്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.